പാലക്കാട് കാഞ്ഞിരപ്പുഴ പൊറ്റശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വരാൻ പോകുന്ന കലോത്സവത്തിന്റെ തീം സോങ് ഒരുക്കുന്നത്. കേരളത്തിന്റെ കലാരൂപങ്ങളെയും മാതൃഭാഷയും കൂട്ടിയിണക്കുന്നതാണ് തീം സോങ്. പടുത്തുയർത്താം കായികലഹരി കേരള മണ്ണിൻ ഹരമായി, വൈവിധ്യങ്ങൾ കൂട്ടിയിണക്കിയ മനസ്സുകൾ നീളെ അടിപതറാതെ മുന്നോട്ട് ശിരസ്സുയർത്തി പ്രതിജ്ഞ ചെയ്യാം. ഇതാണു നമ്മുടെ ലഹരി, ഇതാണു നമ്മുടെ ലഹരി. പൊറ്റശ്ശേരി ഗവൺമെന്റ് സ്കൂളിലാണ്. ഈ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്കൂളിലെ ഈ 10 വിദ്യാർത്ഥികളാണ് ഈ വരുന്ന കലോത്സവത്തിന് ഒരു തീം സോങ് എഴുതിയത്. അവർ എന്തിനെ കുറിച്ചാണ് നിങ്ങൾ തീം സോങ് എഴുതിയത്? എന്താണ്? കേരളത്തിന്റെ ഒരു 64 വർഷത്തെ കലോത്സവ പാരമ്പര്യം വരുന്ന രീതിയിലുള്ള തീം സോങ് ആണ് തയ്യാറാക്കിയത്. നമ്മുടെ നാടിന്റെ ഒരു ഭംഗി അതാണ് മെയിനായിട്ട് അതിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചത്. അതിന് പുറമെ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഭാഷ, അതേപോലെ നമ്മുടെ സംസ്കാരം, അതൊക്കെ ഏത് രീതിയിലാണ് അതിൽ വരുന്നത് എന്നുള്ളതും കൂടി നോക്കിയിരുന്നു. നിങ്ങളൊക്കെ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണല്ലോ എല്ലാവരും? +2 ക്ലാസ്, 8ാം ക്ലാസ്, 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആൾക്ക്. സ്കൂൾ എങ്ങനെയാണ് നിങ്ങളെ സെലക്ട് ചെയ്തല്ല? സ്കൂൾ അങ്ങനെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തതാണ്. നമ്മൾ പാട്ട് പാടുന്ന കുട്ടികൾ താല്പര്യമുള്ളവര് വന്നു. അപ്പോൾ പ്രൊഫൈൽ എഴുതിയിരുന്നു. അപ്പോൾ ഞാനും അക്ഷയും കൂടെ ഇരുന്നൊരു ട്യൂൺ ഞങ്ങൾ കമ്പോസ് ചെയ്തുണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ പാടി. അതങ്ങനെ പ്ലാൻഡായി വന്നതല്ല, എല്ലാവരും കൂടി ഒത്തു വന്നപ്പോൾ അങ്ങനെ പാടിയത്. ഇതിനു മുൻപ് നിങ്ങൾ ഇതുപോലൊരു പാട്ടൊക്കെ തീം സോങ് ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അതെന്തിനായിരുന്നു? അത് കേരള സ്പോർട്സിന്റെ തീം സോങ് ആയിരുന്നു. അത് എഴുതിയത് പ്രഫുലാണ്, സംഗീതം ചെയ്തത് മറ്റു വിദ്യാർത്ഥികൾ. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന്റെ തീം സോങ് അവതരിപ്പിച്ചത് പൊറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. ഗാനം എഴുതിയതും അത് ചിട്ടപ്പെടുത്തിയതും അതിന് ഓർക്കസ്ട്രേഷൻ നൽകിയതും പാടിയതും എല്ലാം ഇവിടുത്തെ കുട്ടികളാണ്. 8ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറിയിലെ +2 വരെ ഉള്ള കുട്ടികളുടെ ഒരു ടീമാണ് ഈ ഗാനത്തിന് രൂപം നൽകിയത്. അത് വളരെ മികച്ച രീതിയിൽ അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അത് സംസ്ഥാന നേതൃത്വത്തിന് മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ചിരുന്നു. വളരെയധികം പ്രശംസ നമുക്കതിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കുട്ടികൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ സ്കൂളിൽ നിന്ന് എല്ലാ തരം പിന്തുണയും കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മിഴിനീരു പെയ്ത മാരിയിൽ കെടാതെ കാത്ത പുഞ്ചിരി, നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പൊൻതിരി.